അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നാം സ്വഹീഹ് മുഅത്തൽ അല്ലേ, ഒരു ഫേലിൻ്റെ അക്ഷരങ്ങളുടെ ഓരോ ഫഅല എന്നുള്ള 3 അക്ഷരത്തിൻ്റെ വിശേഷണം അനുസരിച്ച് നമ്മൾ ഫേലിനെ മുഅത്തൽ സ്വഹീഹ് എന്നുള്ള 2 കിസ്മാക്കിയിരുന്നു, 2 ഇനങ്ങളാക്കിയിരുന്നു അല്ലേ. അപ്പോൾ അതിലുള്ള സ്വഹീഹ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അതായത് ഫഅല എന്നുള്ള 3 ഹർഫുകളിൽ ഐൻ ലാം, ഈ 3 ഹർഫിനോട് നേരിട്ട് വരുന്ന മറ്റു ഹർഫുകൾ, ഇപ്പം ഒരു ലൊറബ എന്നുള്ള ഫീൽ എടുക്കുകയാണെങ്കിൽ ആ ഫാനോട് നേരിട്ട് വരുന്ന ഹർഫ് ഏതാണ്? ലോ. ഐനോട് നേരിട്ട് വരുന്ന ഹർഫ് ഏതാണ്? റാ. അതുപോലെ ലാമിനോട് നേരിട്ട് വരുന്ന ഹർഫ് ഏതാണ്? ബാ. അപ്പോൾ ഇങ്ങനത്തെ ഫഅല എന്ന വസനിലുള്ള അക്ഷരങ്ങളിൽ നിന്ന് ഒന്നും അലിഫോ വാവോ യാഓ അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? സ്വഹീഹ് എന്ന് പറയുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? മുഅത്തലിനെ കുറിച്ചാണ്. വൽ മുഅത്തല്ലു, മുഅത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ ഈ 3 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അലിഫോ വാവോ യാഓ ആയാൽ ആ ഫീലിനെ കുറിച്ച് എന്ത് പറയും? മുഅത്തൽ എന്ന് പറയും. അപ്പോൾ അതാണ് മക്കളെ. മ ഒന്നാകുന്നു, കാന അഹദ് ഹുറൂഫിൽ അസ്ലിയ, അതിൻ്റെ അസ്ലിയായ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹർഫായി. എന്തായി? ഹർഫ മിൻ ഹുറൂഫിലില്ല, ഇല്ലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹർഫുകളായി. ഇല്ലത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ. അലിഫ്, വാവ്, യാ, ഈ 3 അക്ഷരങ്ങളാണ് ഇല്ലത്തിൻ്റെ ഹർഫുകൾ. ഈ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹർഫ് അതിൻ്റെ ഒരു ഫിഅലിൻ്റെ ഭാഗമായാൽ, ഫാഓ ഐനോ ലാമിൻ്റെയോ സ്ഥാനത്ത് ഈ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ, അലിഫോ വന്നാൽ ആ ഫീലിനെ കുറിച്ചാണ് നാം എന്ത് പറയുക? മുഅത്തൽ എന്ന് പറയുക. ഉദാഹരണം കണ്ടില്ലേ? വസല, അതിന് തുടക്കത്തിൽ വാവ് വന്നു അല്ലേ, അലിഫും വാവും യായിൽ പെട്ട വാവ് വന്നു, അപ്പോൾ അതുകൊണ്ട് മുഅത്തലാണ്. ബാ, നടുവിൽ ആര് വന്നു? അലിഫ് വന്നു, അപ്പോൾ അത് മുഅത്തലാണ്. റമ, അവസാനം ആര് വന്നു? യാ വന്നു, അതെന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മുഅത്തൽ എന്ന് പറയും. കാരണം ആ 3 ഹർഫ്, അസ്ലിയായ 3 ഹർഫുകളാണ് ഓരോ ഫീലിനും ഉണ്ടാവുക. അതിൽ പെട്ട ഒരു ഹർഫ് എന്തായി? അലിഫോ വാവോ യാ ഓ ആയി. അക്കാരണത്താൽ ആ ഫീലിനെ കുറിച്ച് മുഅത്തൽ എന്ന് പറയും. യുത്ലഖു അല ഹർഫിൽ ഇല്ലത്തി ലീനൻ ഇദാ കാന സാക്കിന, അതായത് എന്ത്? നമ്മുടെ ഇല്ലത്തിൻ്റെ ഹർഫുകളുണ്ടല്ലോ, ഇല്ലത്തിൻ്റെ ഹർഫുകൾക്ക് മറ്റൊരു പേരുണ്ട്. ഓരോ ഘട്ടത്തിനനുസരിച്ച് ഓരോ പേരുകളാണ്. അതായത് ആ ഇല്ലത്തിൻ്റെ ഹർഫിനെ, അതായത് അലിഫോ വാവോ യാവോ, അതിന് നമ്മൾ എന്ത് വിളിക്കും? ഹർഫുൽ ലീന എന്ന് വിളിക്കും. എങ്ങനെയാണെങ്കിൽ ഇതാക്കാന സാക്കിനൻ, ആ നമ്മുടെ ഇല്ലത്തിൻ്റെ ഹർഫായ അലിഫോ വാവോ യാ ഇനെന്താണ്? സുക്കൂനാണ് അല്ലേ. സുക്കൂൻ അറിയില്ലേ? സുക്കൂനാണ്. അപ്പോൾ മഫ്തൂഹു മാ ഖബ്ലഹു, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് എന്തുവാണ്? തൊട്ട് മുമ്പുള്ള ഹർഫിന് ഫതഹുമാണ്. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ആ ഇല്ലത്തിൻ്റെ ഹർഫിനെ കുറിച്ച്, ആ അലിഫോ വാവിനെ യാഇനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഹർഫുൽ ലീന് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത്? ഉദാഹരണത്തിന് നമ്മൾ ബാ എന്ന് കണ്ടില്ല മക്കൾ? ഇതിൽ ബാ, അവിടുത്തെ ഇല്ലത്തിൻ്റെ ഹർഫ് ഏതാണ്? ഇപ്പോൾ അലിഫാണ് അല്ലേ. അലിഫ് നടുവിൽ കണ്ടില്ല? അപ്പോൾ നിങ്ങൾ ആ അലിഫ് എന്തായി? അലിഫിന് സുക്കൂനല്ലേ. ഒരു വാക്കിന്, ഒരു അക്ഷരത്തിന് പ്രത്യേകിച്ചൊരു ഹർക്കത്തില്ല. 3 ഹർക്കത്ത് നമ്മളെ രീതിയിലുള്ളത്. ഒന്ന് ഏതാണ്? ഫതഹ്, രണ്ടാമത്തെ കെസർ, മൂന്നാമത്തെ ലൊമ്മ്. ഈ 3 ഹർക്കത്തും ഒരു വസ്തുവിന് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിന് സുക്കൂൻ എന്നാണ്. ഇപ്പോൾ ഈ ബാ എന്നുള്ള വാക്കിൽ ഈ നടുവിലുള്ള അലിഫിലെ ഈ അലിഫിന് പ്രത്യേകിച്ച് ഹർക്കത്തില്ലല്ലോ. അപ്പോൾ അത് എന്താണ്? സുക്കൂനായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇവിടെ ഇല്ലത്തിൻ്റെ ഹർഫായ ഈ അലിഫിന് എന്താണ്? സുക്കൂനാണ് അല്ലേ. ഈ അലിഫ് സുക്കൂനാണ്. അതിൻ്റെ മുമ്പുള്ള അക്ഷരമായ ബാഇന് എന്താണ്? ഫതഹുമാണല്ലേ. ബാ എന്ന് എഴുതുമ്പോൾ ഈ ബാഇന് എന്താണ്? ഫതഹല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഈ അലിഫിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് വിളിക്കും? ഈ അലിഫിനെ നമ്മൾ ഹർഫുൽ ലീൻ എന്ന് വിളിക്കും. ഹർഫുൽ ലീൻ എന്ന് പേര് വിളിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ, അതായത് ആ ഇല്ലത്തിൻ്റെ ഹർഫ് സുക്കൂനായി, അതിൻ്റെ മുമ്പുള്ളത് എന്തുമായി? ഫതഹുമായി എന്നുണ്ടെങ്കിൽ ആ അലിഫിനെ കുറിച്ചിട്ട്, ആ ഇല്ലത്തിൻ്റെ ഹർഫിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ അലിഫാണുള്ളത്, അപ്പോൾ ഈ അലിഫിനെ നമ്മൾ ഹർഫുൽ ലീൻ എന്ന് പേര് വിളിക്കപ്പെടും. ഓക്കെ.
അതുപോലെ ഇനി എന്ത് പേര് വിളിക്കപ്പെടും? ഹർഫ് മദ്ദിൻ, മദ്ദിൻ്റെ ഹർഫ് എന്ന് പേര് വിളിക്കപ്പെടും. ഈ ഇല്ലത്തിൻ്റെ ഹർഫിന് ഹർഫ് മദ് എന്ന് വിളിക്കപ്പെടും. ഇതാ ജാനസ, അത് യോജിച്ച് വന്നാൽ, മാ ഖബലഹു മിനൽ ഹർക്കാത്ത്, മുമ്പ് ഏത് ഹർക്കത്താണോ ഉള്ളത് അതിനോട് യോജിച്ചു വന്നു. ഉദാഹരണത്തിന് വലദ്ദാലീൻ അല്ലേ, വലദ്ദാലീൻ, അവിടെ യാ കണ്ടില്ല നിങ്ങൾ? ആ ലോലീൻ അങ്ങനെ ഇതിൽ ലോലീൻ അങ്ങനെ മക്കളെ ഇതാ ആദ്യം ലോ, പിന്നെ ലാമ്, പിന്നെ യാ, പിന്നെ നൂൻ അല്ലേ? അങ്ങനെ എഴുതുമ്പോൾ ആ യാഇൻ്റെ മുമ്പുള്ള അക്ഷരം ഏതാ? ലോലീൻ, ലോലീൻ. ഇങ്ങനെ എഴുതുമ്പോൾ ഈ യാ ആണ് ഇവിടെ എന്ത്? ഇല്ലത്തിൻ്റെ ഹർഫ് അല്ലേ? അലിഫ് വാവ് യാ, അവിടെ യാ ആണ് ഇവിടെ എന്ത്? ഇല്ലത്തിൻ്റെ ഹർഫ്. ഓക്കെ. അപ്പോൾ ഈ യാ വന്നത് എന്താണ്? മുമ്പ് ഏതാണ് ഹർക്കത്ത്? കെസറാണ് അല്ലേ? ഈ കെസറിനോട് യോജിച്ചിട്ടാണ് എന്ത് വന്നത്? യാ വന്നത് അല്ലേ? നമ്മളിപ്പോൾ ആ അപ്പോൾ ആ എന്നുള്ളതിനോട് യോജിച്ചിട്ട് ഫത്തഹ ആയതുകൊണ്ട് നീട്ടി ഏത് വരും? അലിഫ് വരും അല്ലേ? ഇപ്പോൾ വലദ്ദാലി എന്നുള്ളിടത്ത് ലോദിന് ഫത്തഹ ആയതുകൊണ്ട് ഇവിടെ ആര് വന്നു? അലിഫ് വന്നു. ലാമിന് എന്താണ്? കെസറാണ്. അതിനോട് യോജിച്ച ഹർഫ് ഏതാണ്? യാ ആണ്. അപ്പോൾ ഇവിടെ യാ വന്നത് എന്തുകൊണ്ടാണ്? മുമ്പത്തെ ഹർഫിൻ്റെ ഹർക്കത്തായ കെസറിനോട് യോജിച്ചത് കൊണ്ടാണ് അല്ലേ? ഈ ലാമിൻ്റെ കെസറിനോട് യോജിച്ചിട്ടല്ലേ ഇവിടെ യാ വന്നത്. അങ്ങനത്തെ ഹർഫുകൾക്ക് എന്ത് വിളിക്കും? ഹർഫ് മദ് എന്ന് വിളിക്കും. എല്ലാവർക്കും അറിയില്ലേ മദ്ദിൻ്റെ ഹർഫുകൾ അല്ലേ? നീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹർഫുകൾ എന്നറിയില്ലേ? അങ്ങനത്തെ ഹർഫുകളിനെയാണ് എന്ത് പറയലേ? ഈ അലിഫോ വാവോ യാ എന്താകും? ചിലപ്പോൾ അത് ഇല്ലത്തിൻ്റെ ഹർഫാകും. എന്ത്? ഹർഫ് ലീനാകും, അതുപോലെ ഹർഫ് മദ്ദുമാകും. നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? ഹർഫ് മദ് എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? ഹർഫു ലീന് എന്ന് പേര് വിളിക്കപ്പെടും. ഓക്കെ. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വഹീഹിനും മുഅ്തലിനും ഓരോ കിസ്മാലുണ്ടെന്നാണ്. അപ്പോൾ അതായത് സ്വഹീഹിന് 3 മക്കളുണ്ട്, മുഅ്തലിന് കുറച്ച് മക്കളുണ്ട്. ഓക്കെ. ആദ്യം നമുക്ക് സ്വഹീഹിൻ്റെ മക്കളെ കുറിച്ച് പറയാനുള്ളത്. സ്വഹീഹിൻ്റെ മക്കൾ എത്ര എണ്ണം ഉണ്ട്? സ്വഹീഹിൻ്റെ മക്കളാണ്: ഒന്ന് സാലിമ്, രണ്ടാമത്തവൻ്റെ പേരാണ് മുളഅഫ്, മൂന്നാമത്തവൻ്റെ പേരാണ് എന്ത്? മഹ്മൂസ്. ഇങ്ങനെ 3 മക്കളുകളാണ് ആർക്കുള്ളത്? സ്വഹീഹ് എന്ന ഉമ്മാക്കുള്ളത്. നമ്മൾ മൊത്തത്തിൽ ഫേലുകളെ 2 കിസ്മാക്കിയിരുന്നു അല്ലേ? സ്വഹീഹുണ്ട്, മുഅ്തലുണ്ട്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഫഅല എന്നുള്ള ഒരു ഹർഫ് എന്താകൂല? അലിഫോ വാവോ യാവോ ആകൂല. അങ്ങനത്തെ ഫെയിലിനാണ് എന്ത് പറയുക? സ്വഹീഹായ ഫെയിൽ എന്ന് നമ്മൾ പറയുക എന്ന് നമ്മൾ വിശദീകരിച്ചു. അങ്ങനത്തെ സ്വഹീഹായ ഫെയിലിന് 3 മക്കളാണുള്ളത്. ഒന്നാമത്തെ മോൻ്റെ പേരാണ് സാലിമ്, രണ്ടാമത്തെ മകൻ്റെ പേരാണ് മുളഅഫ്, മൂന്നാമത്തെ മകൻ്റെ പേരാണ് മഹ്മൂസ്. അപ്പോൾ എന്താണ് സാലിം എന്ന് പറഞ്ഞാൽ? സാലിം എന്ന് പറഞ്ഞാൽ എന്ത്? അതിൻ്റെ അസ്ലിയായ ഫഅല, ആ 3 ഹർഫുകളും ഒരിക്കലും 3 ഹർഫുകളിൽ നിന്നുള്ള ഒന്നും എന്താകൂല? ഹംസ വരികയില്ല, അതുപോലെ എന്തും വരില്ല? ഷദ്ദും വരില്ല, അതുപോലെ ഇല്ലത്തിൻ്റെ ഹർഫും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലറബ, അത് കണ്ടില്ല? ലറബേൻ്റെ ഇതിൽ അതിനെന്തില്ല? അതിൻ്റെ അസ്ലിയായ ഹർഫുകൾ ഏതൊക്കെയാണ്? ലോ റ ബ. ആ 3 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയാണോ? അല്ലല്ലോ, ഹംസയല്ല. അവിടെ ഷദ്ദുണ്ടോ? ഷദ്ദുമില്ല. ഇല്ലത്തിൻ്റെ ഹർഫായ അലിഫോ വാവോ യാ ഉണ്ടോ? അതുമില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഫെയിലിനാണ് എന്ത് പറയുക? സാലിം എന്ന് പറയുക. ഓക്കെ. ഒരു സ്വഹീഹായ ഫെയിലിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളായ ഫഅല, അതിനോട് നേരിട്ട് വരുന്ന മറ്റു ഫീലുകളുടെ ഹർഫുകൾ, അതിൽ ഒരു ഹർഫും ഹംസയുമില്ല, അതിൽ ഷദ്ദുമില്ല, ഇല്ലത്തിൻ്റെ ഹർഫായ അലിഫോ വാവോ യാ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? സാലിം എന്ന് പറയും. അതാണ് വിശദീകരിക്കുന്നത്. സാലിം എന്ന് പറഞ്ഞാൽ ഒന്നാകുന്നു, ഒരു ഫെയിലാകുന്നു. എങ്ങനത്തെ ഫെയിലാണ്? സലിമത്ത്, അത് രക്ഷപ്പെട്ടിട്ടുണ്ട്, ആ ഫെയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. സലിമത്ത് ഹുറൂഫുൽ അസ്ലിയ, അതിൻ്റെ അസ്ലിയായ ഹർഫുകളായ ഫഅലയാണെങ്കിൽ ഫഅല, ലറബയാണെങ്കിൽ ലറബ, അങ്ങനത്തെ അസ്ലിയായ ഹർഫുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തിൽ നിന്നും? മിനൽ ഹംസത്തി, ഹംസയിൽ നിന്നും, വത്തദഈഫി, ഷദ്ദിൽ നിന്നും,
വ ഹുറൂഫിൽ ഇല്ലത്തി ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ നിന്നെന്തായാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഫെയിലിനാണ് എന്ത് പറയുക? സാലിമ് എന്ന് പറയുക. അപ്പോൾ ഒരു ഫെയിലിൻ്റെ അസ്ലിയായ ഹർഫുകൾ ഇപ്പോൾ ജലസ എന്നെടുക്കുകയാണെങ്കിൽ ജീമും ലാമും സീനുമാണ് അതിൻ്റെ അസ്ലിയായ ഹർഫുകൾ. ആ അസ്ലിയായ ഹർഫുകളിൽ നിന്നും ഒന്നും എന്താവുക? ഹംസയും ഉണ്ടാവൂല. ജലസയിൽ ഹംസയും ഉണ്ടാവില്ലല്ലോ. ജീമും ലാമും സീനുമാണുള്ളത്. അപ്പോൾ ഹംസയും ഇല്ല. ഷദ്ദുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഷദ്ദുമില്ല. അതുപോലെ അലിഫോ വാവോ യാ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ലത്തിൻ്റെ ഹർഫുമില്ല, ഷദ്ദുമില്ല, ഹംസയുമില്ല. അങ്ങനത്തെ ഒരു ഫെയിലാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? സാലിമ് എന്ന് പറയും. ഇപ്പം നസറ, നസറയിൽ നൂന് സ്വാദ് റാ, അവിടെ അതുണ്ടോ? ഷദ്ദുണ്ടോ? ഇല്ല. ഷദ്ദിനാണ് അവിടെ തവീഫ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഷദ്ദില്ല. ഹംസ ഉണ്ടോ? ഇല്ല. ഇല്ലത്തിൻ്റെ ഹർഫായ അലിഫോ വാവോ യാ ഉണ്ടോ? അതുമില്ല. അപ്പോൾ അങ്ങനത്തെ ഫീലുകൾക്ക് എന്ത് പറയും? സാലിമ് എന്ന് പറയും. ഇനി അടുത്ത ഫീലാണ് ഏത്? അടുത്ത കിസ്മാണ് സ്വഹീഹിൻ്റെ രണ്ടാമത്തെ മോനാണ് ഏത്? മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ഈ അസ്ലിയായ ഏതെങ്കിലും ഒരു ഹർഫ് എന്തായി? ഹംസയായി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫെയിലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? മഹ്മൂസ് എന്ന് പറയും. ഇപ്പോൾ അതിൽ ഉദാഹരണം നോക്കി മക്കളെ, അഹദ, സഅല, ഖറഅ. ഈ അഹദയുടെ അസ്ലിയായ ഹർഫുകൾ ഏതൊക്കെയാണ്? ഒന്ന് അ, രണ്ടാമത്തെ ഖ, മൂന്നാമത്തെ ഖ, മൂന്നാമത്തെ ദാല്. ഈ 3 ഹർഫുകളിൽ നിന്ന് ഒന്നെന്തായി? ഹംസയായില്ലേ? ആ ഹംസ ഉണ്ടായത് കൊണ്ട് അതിനെന്ത് പേര് വിളിക്കപ്പെടും? അങ്ങനത്തെ ഫെയിലിന് മഹ്മൂസ് എന്ന് പേര് വിളിക്കപ്പെടും. ഓക്കെ. അഹദയിൽ ഒന്നാമത്തെ അക്ഷരം എന്താണ്? ഹംസയാണ്, അതുകൊണ്ട് അതിന് മഹ്മൂദ് വിളിച്ചു. സഅലയിൽ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഹംസയാണ്, അതുകൊണ്ട് അതിനെ മഹ്മൂസ് എന്ന് വിളിച്ചു. ഖറഅയിൽ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ഹംസയാണ്, അതുകൊണ്ട് അതിനെന്ത് വിളിച്ചു? മഹ്മൂസ് എന്ന് വിളിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം അസ്ലിയായ 3 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം എന്തായാൽ? ഹംസയായാൽ അതിനെക്കുറിച്ച് എന്ത് പറയും മക്കളെ? മഹ്മൂസ് എന്ന് പേര് വിളിക്കും. അപ്പോൾ നമുക്ക് ഓനെന്ത് പേര് വിളിച്ചാൽ? മഹ്മൂസ് എന്ന് പേര് വിളിക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ മോനാണ് ഏത്? മുളഅഫ്. മുളഅഫ് എന്ന് പറഞ്ഞാൽ ഷദ്ദുള്ള ഫെയിൽ. അതിനെന്താ പറയല്? മുളഅഫ് എന്ന് പറയുക. അടാ, മുളഅഫ് എന്ന് പറഞ്ഞാൽ മാ കാനത്ത് ഐനുഹു, അതിൻ്റെ ഐൻ ഫെയിലും ലാം ഫെയിലും എന്താവുക? ഒരേ അക്ഷരവുമാവുക. ഒരു ഫെയിലിൻ്റെ ഐൻ ഫെയിലും ലാം ഫെയിലും ഏതാ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഫഅല എന്ന് എഴുതുകയാണെങ്കിൽ ഒരു ഫഅല എന്ന് എഴുതുക, അടിയിൽ എന്ത് എഴുതുക? വറബ. അല്ലെങ്കിൽ ഇതിൽ കൊടുത്ത ഉദാഹരണം എന്താണ് മക്കളെ? മദ്ദ അല്ലെങ്കിൽ ലറബ. ഇപ്പോൾ ഉദാഹരണം ലറബ എന്ന് കാണിക്കാം ഉദാഹരണത്തിന്. അപ്പോൾ ഈ ലറബയിൽ ഫായിനോട് നേരിട്ട് പറഞ്ഞ ഹർഫ് ഏതാണ്? ലോദാണ് അല്ലേ? ഈ ലോദാണ്. അതിനോട് നേരെ ചോദിച്ചു തന്നെ ഹർഫ് ഏതാണ്? റാ ആണ്. ലാമിനോട് നേരെ ചോദിച്ചു പറഞ്ഞ ഹർഫ് ഏതാണ്? ബ ആണ്. അതുപോലെ ഈ ഐൻ ഫീലും ഇതാണ് ഐൻ ഫീൽ. ഐന്, ഇത് ലാമ്. ഈ ഐനിൻ്റെ സ്ഥാനത്തും ലാമിൻ്റെ സ്ഥാനത്തുമുള്ള ഹർഫുകൾ ഒരേതാണെങ്കിൽ അങ്ങനത്തെ ഫെയിലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുക? മുളഅഫ് എന്ന് പറയുക. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മദ്ദ എന്നുള്ള എഴുതി നോക്കട്ടെ മക്കളെ. മദ്ദ ഫഅല എന്ന് എഴുതി, പിന്നെ അതിൻ്റെ കൂടെ മദ്ദ എന്ന് എഴുതി. മദ്ദ അതിൻ്റെ ശരിക്കുള്ള രൂപം എങ്ങനെ വെച്ചാൽ മാ ദ ദ ഇങ്ങനെ ഉണ്ടാവുക. മാ ദ ദ. ഈ എന്താ പറയുക? ഐനിൻ്റെ സ്ഥാനത്താണ് ഏത്? ഈ ദാലും ഈ ലാമിൻ്റെ സ്ഥാനത്ത് ഏതാണ്? ഈ ദാല് അല്ലേ? മാദിദാന്ന് ഇതുപോലെ. അപ്പോൾ ഐൻ ഫീലായ ദാലും ലാം ഫീലും എന്താണ്? ദാലാണ്. അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്ത് പറയുക? മുളഅഫ് എന്ന് പറയുക. ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കിസ്മ എന്താണ്? സ്വഹീഹിൻ്റെ ഒരു മകനാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് മഹ്മൂസ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഹർഫ് എന്താവുക? ഹംസയാവുക. അഖസ അല്ലേ? ഒരു അക്ഷരം എന്താണ്? ഹംസയാണ്, അതുകൊണ്ട് എന്ത് വിളിക്കപ്പെടും? അതിന് മഹ്മൂസ് എന്ന് വിളിക്കപ്പെടും. രണ്ടാമത്തേത് ഏതായിരുന്നു മകന? രണ്ടാമത്തേത് സാലിം എന്ന് പറഞ്ഞാൽ അതിൽ ഒരക്ഷരം ഒന്നും ഉണ്ടാകൂല, ഹംസയും ഉണ്ടാകൂല, അതുപോലെ ഷദ്ദും ഉണ്ടാകൂല, ഒന്നും ഉണ്ടാകൂല. അങ്ങനത്തെ ഇതാണ് സാലിം എന്ന് പറയുക. ലറബ, അവിടെ ഹംസയുമില്ല ഷദ്ദുമില്ല അല്ലേ? അല്ലെങ്കിൽ അലിഫ വാവോ യാ ഒന്നുമില്ല.
ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തതിനെ എന്ത് പറയുക? സാലിം എന്ന് പറയുക. പിന്നെ മൂന്നാമത്തെ ഇനമായിരുന്നു ഏത്? മുളഅഫ്. മുളഅഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐൻ ഫീലും ലാം ഫീലും എന്താകുക? ഒരേ അക്ഷരമാവുക. മാ കാനത്ത് ഐനുഹു അതിൻ്റെ ഐൻ ഫീലാവുക, വലാംഹു ലാം ഫീലാവുക, മിൻ ജിൻസിൻ വാഹിദിൻ ഒരേ അക്ഷരമാവുക. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? മുളഅഫായ ഫേല് എന്ന് പറയപ്പെടും. വത്തളീഫു ഇങ്ങനത്തെ ഷദ്, ഈ ഷദ് എന്നുള്ളത് യകൂനു ഫി സുലാസി സുലാസിക്കായ ഫീലിലും ഉണ്ടാകും, വ മസീദുഹു സുലാസി മസീദിലും ഉണ്ടാകും, വ റുബായി റുബായിലുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും 1ാം ക്ലാസ്സിൽ സർഫിലേക്ക്. സുലാസി എന്ന് പറഞ്ഞാൽ 3 ഹർഫുള്ളത് ഫഅല, മസീദ് എന്ന് പറഞ്ഞാൽ 3ലേറെ ഹർഫുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്തഫഅല അല്ലെങ്കിൽ ഫഅല അല്ലെങ്കിൽ ഇഫ്തഅല 3ലേറെ ഹർഫിൽ എവിടെയൊക്കെ അങ്ങനത്തെയാണ് സുലാസി മസീദ് എന്ന് പറയുക. റുബായി എന്ന് പറഞ്ഞാൽ 4 അക്ഷരമുള്ള ഫീലുകൾ, ദഹ്റജ, ഫഅലല അങ്ങനെയൊക്കെ പറയില്ലേ. അത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിലും വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഫീലിലൊക്കെ എന്തുണ്ടാകും? ഈ മുളഅഫായ ഷദ്ദുള്ള ഇസ്മുകളുണ്ടാകും. വൽ മുളഅഫു സുലാസി സുലാസിയായ ഷദ്ദുള്ള ഇസ്മുകൾ ഹുവല്ലദി സബക അത് മുമ്പ് എന്തായിട്ടുണ്ട്? പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? മദ്ദ, ഫറ ഉദാഹരണം വിശദീകരിച്ചില്ലേ അല്ലേ? ഇനി വൽ മുളഅഫു റുബായി റുബായിയായ ഷദ്ദുള്ള ഫേലുകൾ എങ്ങനെ ഉണ്ടാവുക? മാ കാനത്ത് ഫാഉഹു അതിൻ്റെ ഫാ ഫീലാകും, വലാമുഹുൽ ഊല ഒന്നാമത്തെ ലാമുമാകും, മിൻ ജിൻസിൻ ഒരേ ജിൻസിൽപ്പെട്ടതാകും, ഒരേ ഹർഫുകളാകും, വ ഐനുഹു വലാമുഹു അതിൻ്റെ ഐൻ ഫീലും ലാം ഫീലുമാകും, മിൻ ജിൻസിൻ ഒരേ ജിൻസിൽപ്പെട്ടതാകും. ഇപ്പോൾ സൽസല, അസ്അസ, കൽക്കല. അപ്പോൾ എന്ത് മക്കളെ ഇവിടെ എന്തായിരിക്കും ഒരു റുബായിയായ ഫീലിൻ്റെ രൂപം എങ്ങനെ നിങ്ങൾക്കറിയോ? റുബായിയായ ഫീല് ഉദാഹരണത്തിന് ഇങ്ങനെ ഉണ്ടാവുക, ഫഅലല ഫഅലല ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് റുബായിയായ ഫീലിൻ്റെ വസ്ന്. ഇതിനോട് നേരെ യോജിച്ച് വരുന്നതാണ് ഇപ്പോൾ സൽസല, സൽസല. ഈ അപ്പോൾ റുബായിയായ ഫീലിൽ എങ്ങനെയാണ് ഈ മുളഅഫായ ഫീൽ ഉണ്ടാവുക, ഈ ഷദ്ദുള്ള ഫീൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ശരിയിരിക്കാൻ പോകുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഈ ഫാ ഫീൽ അല്ലേ? ഇതും അതുപോലെ എന്തും ഈ ലാമും എന്തായിക്കാരം ഈ അതിനോട് യോജിച്ച് വരുന്ന ഹർഫുകൾ ഒരേപോലെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ആ ഫായിനോട് യോജിച്ച് വരുന്ന ഹർഫ് ഏതാണ്? ഈ സ ആണ്. ലാമിനോട് യോജിച്ച് വരുന്ന ഹർഫ് ഏതാണ്? ഈ സ ആണ്. കണ്ടില്ലേ? ഈ സ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതും അതുപോലെ ഈ ഐൻ ഫേലും അതുപോലെ ഈ ലാം ഫീലും എന്തായിരിക്കും? ഒരേതായിരിക്കും. ഇപ്പം ഈ ഏതക്ഷരം ഏതാ? ലാമിലെ. അപ്പോൾ റുബായിയായ ഫീലിൽ എങ്ങനെ മുളഅഫ് ഉണ്ടാവുക? അതിൻ്റെ ഒന്നാമത്തെ ഫാഉം അതായത് ഫാ ഫിഅലും ഒന്നാമത്തെ ലാം ഫിഅലും എന്താവുക? ഒരേപോലെയാവുക. അതുപോലെ ഐൻ ഫിഅലും രണ്ടാമത്തെ ലാം ഫിഅലും എന്താവുക? ഒരേപോലെയാവുക. അപ്പോൾ ഫഅലല എന്നുള്ളതിൽ എഴുതുകയാണെങ്കിൽ നാം വിശദീകരിച്ചു. ഫഅലല എന്നാണെങ്കിൽ ഫഅലല ഈ ഫായിനോട് നേരിട്ട് വരുന്ന ഹർഫും അതുപോലെ ഒന്നാമത്തെ ലാമായ ഇതിനോട് നേരിട്ട് വരുന്ന ഹർഫും എന്താകുക? ഒരേപോലെയാവുക. ഈ ഐനിനോട് നേരിട്ട് വരുന്ന ഹർഫും അതുപോലെ ഈ ലാമിനോട് നേരിട്ട് വരുന്ന ഹർഫ് എന്താകുക? ഒരേപോലെയാവുക. സൽസല എന്നാണെങ്കിൽ സൽസല ഈ സാവും അതുപോലെ ഈ സാ ഒരേ ഹർഫല്ലേ? അതുപോലെ ഇവിടെ ലാമും ഈ ലാമും എന്താണ്? ഒരേ ഹർഫല്ലേ? അപ്പോൾ ഇങ്ങനത്തെ എന്ത് പറയുക? റുബായിയിൽ മുളഅഫ് എന്ന് പറയുക. ഇങ്ങനെയാണ് റുബായിയായ 4 അക്ഷരമുള്ള ഫീലുകളിൽ മുളഅഫ് ഉണ്ടാവുക. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അക്സാമുൽ മുഅത്തൽ. അപ്പോൾ സ്വഹീഹിൻ്റെ കിസ്മുകൾ നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് മുഅത്തലിൻ്റെ കിസ്മുകൾ. മുഅത്തലിൻ്റെ കിസ്മുകൾ എന്ന് പറഞ്ഞാൽ എത്ര വിധമുണ്ട്? 4 വിധമുണ്ട്. ഒന്ന് മിസാല്, രണ്ടാമത്തെ അജുവഫ്, മൂന്നാമത്തെ നാഖിസ്, നാലാമത്തെ മോന് ലഫീഫുൽ മക്റൂൻ, അഞ്ചാമത്തെ മകൻ ലഫീഫുൽ മഫ്റൂഖ്. അങ്ങനെ 5 മക്കളാണ് നമ്മളെ മുഅത്തലിനുള്ളത്. 5 തരം മക്കൾ. ഒന്നാമത്തെ മകനാണ് മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ മഅത്തല്ലത്ത് ഫാഉഹു, അതായത് അത് ആ ഫേലിൻ്റെ ഫാ ഫേൽ അതായത് ഫഅല എന്നുള്ളതാണെങ്കിൽ ആ ഫഅലയോട് യോജിച്ച് വരുന്ന വേറൊരു ഫേൽ എടുക്കുകയാണെങ്കിൽ വഅദ അല്ലേ? വഅദ ഫഅല അതിനോട് ഫഅല അല്ലേ? ഫഅല അതിനോട് യോജിച്ച് വരുന്നതാണ് വഅദ എന്നുള്ളതാണെങ്കിൽ അപ്പോൾ
ഈ ഫായിനോട് യോജിച്ച് വരുന്ന ഹർഫ് അത് എന്താണെങ്കിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങനത്തെ ഫീൽഡിനെ കുറിച്ച് എന്ത് പറയും? മിസാൽ എന്ന് പറയും. അപ്പോൾ മിസാൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേലിൻ്റെ ഫായിൻ്റെ സ്ഥാനത്ത് വരുന്ന ഹർഫ് എന്തായാൽ ഇല്ലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹർഫായാൽ ആ ഫീലിനെ കുറിച്ച് എന്ത് പറയും? മിസാൽ എന്ന് പറയും. ഇപ്പോൾ വാദൻ്റെ അവിടെ വാവ് എന്താണ്? ഈ ഫായിനോട് നേരിട്ട് വരുന്ന ഹർഫല്ലേ? ആ ഫീലിനെ കുറിച്ച് എന്ത് പറയും? മിസാൽ എന്ന് പറയും. ഇനി അടുത്തതാണ് ഏത്? അജ്വഫ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാലയുടെ ഐനോട് യോജിച്ച് വരുന്ന ഹർഫ്, ഫാലയുടെ ഐനോട് യോജിച്ച് വരുന്ന ഹർഫ് എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫാവുക. അപ്പോൾ അതിന് മക്കൾ ഉദാഹരണം കണ്ടില്ലേ? കാല അല്ലേ? കാല. ഈ കാലൻ്റെ അവിടെ നടുവിലാണ് ആര്? അലിഫ്. ഈ നടുവിലല്ല ഐനുള്ളത്. ഈ ഐനോട് നേരിട്ട് വരുന്ന ഹർഫ് ഏതാണ്? ഇതിൽ അലിഫാണ്. അലിഫ് എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ ഐൻ ഫീലിനോട് യോജിച്ച് വരുന്ന ഹർഫ് എന്തായാൽ ഇല്ലത്തിൻ്റെ ഹർഫായാൽ അലിഫോ വാവോ യാ ആയാൽ അതിനെക്കുറിച്ച് എന്ത് പറയും? അജ്വഫ് എന്ന് പറയും. ഇനിയുള്ളത് നാക്കിസാണ്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ഈ ലാം ഫീലില്ലേ മക്കളെ? ഈ ലാം ഫീലിനോട് യോജിച്ച് വരുന്ന ഹർഫ് ഏതാണ്? വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്നാമത്തെ കളിയില്ല ഈ ഫഅല എന്ന് എഴുതുമ്പോൾ അതിൽ അവസാനത്തെ അക്ഷരമല്ലേ ലാമ്? ആ ലാം ഫീലിനോട് യോജിച്ച് വരുന്ന ഹർഫ് ഏതാ? അതിൽ ഈ അല്ലേ? യാ ആണ് അല്ലേ? ഈ യാ. അപ്പോൾ അവസാനത്തെ അക്ഷരം ലാം ഫീൽ എന്തായാൽ ഇല്ലത്തിൻ്റെ ഹർഫായാൽ അതിനെക്കുറിച്ച് എന്ത് പറയും? നാക്കിസ് എന്ന് പറയും. അപ്പോൾ നാക്കിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തല്ലത്ത് ലാംഹു, അതിൻ്റെ ലാം ഫീൽ എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫാവുക. അതിനെക്കുറിച്ച് എന്ത് പറയുക? ഈ നാക്കിസ് എന്ന് പറയുക. അവസാനം അലിഫ് വന്നില്ലേ? ലാമിൻ്റെ സ്ഥാനത്ത് അലിഫ് വന്നില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുക? നാക്കിസ് എന്ന് പറയുക. ഇനി അടുത്ത ഇനമാണ് അൽ ലഫീഫുൽ മഫ്റൂഖ്. ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഇഅ്തല്ലത്ത് ഫാഉഹു വലാമുഹു വഫറഖ ബൈനഹുമ ഹർഫുൻ സഹീഹുൻ. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു സുലാസിയായ ഫീലിൻ്റെ ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫാവുക. ഇപ്പോൾ വക്ക എന്നുള്ള ഉദാഹരണം കണ്ട മക്കൾ? വക്കയിൽ വ പിന്നെ കാഫ് വക്ക. ഈ ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫുകളാണ്. ഒന്ന് വാവാണ്, രണ്ടാമത്തെ യാ ആണ്. ഇല്ലത്തിൻ്റെ ഹർഫുകൾ അലിഫ് വാവ് യാ ഇല്ലേ? അപ്പോൾ ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫാവുക. അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്താ പറയുക? അൽ ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറയുക. അതാണ് മാത്തല്ലത്ത് ഫാഉഹു, അതിൻ്റെ ഫാഫീലായ വാവിലെ വാവ് ഇല്ലത്തിൻ്റെ ഹർഫാണ്. അതുപോലെ അവസാനത്തെ ഹർഫായ ലാമുഹു ലാം ഫീലും എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫാണ്. ഇപ്പോൾ ഫറഖ ബൈനഹുമ ഹർഫുൻ സഹീഹുൻ, നടുവിൽ എന്തുമാണ്? സ്വഹീഹായ അലിഫോ വാവോ യാ അല്ലാത്ത സ്വഹീഹായ ഹർഫുമാണ്. അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്ത് പറയും? ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറയും. ഇപ്പോൾ വഖ വഫ നിങ്ങൾക്ക് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫായ വാവുണ്ട്. അവസാനത്തെ അക്ഷരം എന്തുകൊണ്ട്? അവൻ ഇല്ലത്തിൻ്റെ ഹർഫാണല്ലേ? യാ ഉണ്ട്. അതിൻ്റെ നടുവിൽ ആരുമുണ്ട്? ഇതൊന്നും അല്ലാത്ത അലിഫോ വാവും യാവും അല്ലാത്ത വേറൊരു ഹർഫുമുണ്ട്. അങ്ങനത്തെ ഹർഫിനെ കുറിച്ച് ഫീലിനെ കുറിച്ചിട്ടാണ് അൽ ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറയുക. ഇനിയുള്ളത് അവസാനത്തെ മുഅത്തലിൻ്റെ അവസാനത്തെ മോൻ ആരാണ്? ഇളയ മകനായ അൽ ലഫീഫുൽ മക്റൂൻ. ലഫീഫുൽ മക്റൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേലിൻ്റെ ഐൻ ഫേലും ലാം ഫീലും എന്താവുക? അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫുകളാവുക. അതാണ് ലഫീഫുൽ മഫ്റൂഖ്. എന്നാൽ ലഫീഫുൽ മക്റൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേലിൻ്റെ അവസാനത്തെ അക്ഷരവും അതിൻ്റെ മുമ്പത്തെ അക്ഷരവും എന്താവുക? ഇല്ലത്തിൻ്റെ ഹർഫുകളാവുക. ഇവിടെ തൊവ എന്നുള്ളിടത്ത് ഈ അക്ഷരം അല്ലേ? ലാസ്റ്റത്തെ അക്ഷരം ഏതാണ്? ഇല്ലത്തിൻ്റെ ഹർഫാണല്ലേ? യാ ഇല്ല ഇവിടെ. അതുപോലെ അതിന് മുമ്പത്തെ അക്ഷരം ഏതാണ്? വാവാണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ഒരു ഈ തൊവ എന്നുള്ള ഫീലിൻ്റെ ഫീലാണ് ഏത്? ത്വ അല്ലേ? ഫീലാണ് ത്വ. ഐൻ ഫീലാണ് വാവ്. എന്ത്? ലാം ഫീലാണ് യാ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എന്ത്? ഐൻ ഫീലും മുഅത്തല്ലത്ത് ഐനുഹു, ഐൻ ഫീൽ മൂത്തലാണ് അല്ലേ? ഐൻ ഫീൽ ഏതാണ്? വാവാണ്. അത് ഇല്ലത്തിൻ്റെ ഹർഫല്ലേ? അതുപോലെ ലാം ഫീൽ ഏതാണ്? ഇവിടെ യാ ആണ്. അതെന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫാണ്. അങ്ങനെ ഐൻ ഫീലും ലാം ഫീലും ഇല്ലത്തിൻ്റെ ഹർഫായാൽ അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്ത് പറയും? ലഫീഫുൽ മക്റൂൻ എന്ന് പേര് വിളിക്കപ്പെടും. ഇപ്പോൾ റവൻ്റെ അവസാനം യാ ആണ്, അതിന് മുമ്പത്തെ അക്ഷരവും വാവാണ്. വാവും യാ എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ
അവസാനത്തെ അക്ഷരവും അതിൻ്റെ മുമ്പത്തെ അക്ഷരവും എന്തായാൽ ഇല്ലത്തിൻ്റെ ഹർഫായാൽ അതിനെ കുറച്ച് ലഫീഫുൽ മഖ്റൂൻ എന്ന് വിളിക്കപ്പെടും. ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്തായാണെങ്കിൽ അവസാനത്തെ അക്ഷരവും ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? നേരത്തെ പറഞ്ഞ ലഫീഫുൽ മഫ്റൂഖ് അല്ലേ എന്ന് വിളിക്കപ്പെടും. അതിൽ മഫ്റൂഖ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അതിൻ്റെ നടുവിൽ ആര് വന്നു? ഇല്ലത്തിൻ്റെ ഹർഫല്ലാത്ത വേറെ അക്ഷരം വന്നു അല്ലേ? വാവിൻ്റെയും കാഫിൻ്റെയും അവസാനം യാഇൻ്റെ ഇടയിൽ ഇതൊന്നല്ലാത്ത കാഫ് വന്നില്ലേ? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ലഫീഫുൽ മഫ്റൂഖ് എന്ന് വിളിക്കപ്പെടുക. അപ്പോൾ ഒന്നാമത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഇല്ലത്തിൻ്റെ ഹർഫായാൽ അതിനെക്കുറിച്ച് ലഫീഫുൽ മഫ്റൂഖ് എന്ന് വിളിക്കപ്പെടും. അവസാനത്തെ അക്ഷരവും അതിൻ്റെ മുമ്പത്തെ അക്ഷരവും സെക്കൻഡ് ലാസ്റ്റ് അക്ഷരവും എന്താണെങ്കിൽ ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ അതിനെക്കുറിച്ച് ലഫീഫുൽ മഖ്റൂൻ എന്ന് വിളിക്കപ്പെടും. ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? മിസാൽ എന്ന് പറയും. രണ്ടാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? അജ്വഫ് എന്ന് പറയും. മൂന്നാമത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ അതിനെക്കുറിച്ച് നാക്കിസ് എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ മുഅത്തലിൻ്റെ മക്കൾ കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഉസ്താദിനോട് കൃത്യമായിട്ട് ചോദിക്കണം കേട്ടോ. മനസ്സിലാവാത്ത ഭാഗം എന്തായാലും ചോദിക്കണം. കുറച്ച് ടഫല്ല, എന്നാൽ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് ഉസ്താദിനോട് ചോദിക്കുക. മനസ്സിലാവാത്തൊക്കെ ഫുള്ള് ചോദിച്ചോളൂ. മനസ്സിലാവാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് എന്നോട് പേഴ്സണലായി ചോദിക്കണം. ഗ്രൂപ്പിൽ ചോദിക്കാൻ മറ്റുള്ളവർക്ക് പേഴ്സണലായി ചോദിക്കുക. കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ടും നിങ്ങളോട് ചോദ്യം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. എനിക്ക് എന്താണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ കിസ്മുകളും നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വോയിസിലായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.